ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു കട്ടിങ് മാത്രമേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ കട്ട് പീസസ് ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. തമ്പനെയിലിൽ കാണിച്ച പോലെ ആസ്വി മലയാളം ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു ടോപ്പും കൂടെയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഡീറ്റെയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാനിതിൽ കാണിക്കുന്നത്. സോ നമ്മുടെ ഫാബ്രിക് 4 ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ഫാബ്രിക് ഷോൾഡർ മെഷർമെൻറ്റിനേക്കാളും ഒരു 10 ഇഞ്ചസ് കൂടുതലുള്ള ഫാബ്രിക് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് നമുക്ക് 4 മടക്കിയിട്ടെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു 2.5 ഇഞ്ചസ് നെക്ക് വിഡ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ലെങ്ത്തും ഒരു 2.5 ഇഞ്ചസ് തന്നെയാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളൊരു 3 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൽ 2.5ഉം നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു റൗണ്ട് നെക്കായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അത് നമ്മൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 4 ഫോൾഡിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഒരു ടോപ്പിനുള്ള കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ നെക്ക് ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ മടിച്ചെടുത്ത് നിങ്ങൾക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് ആ ഒരു രീതിക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഷോൾഡറിൻ്റെ 2 സൈഡും മടക്കി തയ്ച്ചെടുക്കണം. ഞാനിവിടെ ക്രോസ് പീസ് വെച്ചാണ് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 സൈഡും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസസും കൂടി ഫാബ്രിക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ഇഞ്ചസ് വിഡ്ത്ത് ഉള്ള ഒരു ഫാബ്രിക് പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനേക്കാളും ഒരു 10 ഇഞ്ചസ് കൂടുതലുള്ള ലെങ്ത്തുള്ള ഒരു കട്ട് പീസാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. 3 ഇഞ്ചസാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 2 പീസസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അത് നമ്മൾ തയ്ച്ച് വെച്ച ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് മടക്കി ജോയിൻ ചെയ്തെടുക്കണം. രണ്ട് വശത്തും നമുക്കിത് തയ്ച്ചെടുക്കാം. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റായ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് വെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ കഴുത്ത് വഴി ആ ഡ്രസ്സ് എടുത്തിടുക. എന്നിട്ട് നമ്മുടെ 2 സൈഡിലും നമ്മൾ തയ്ച്ച് വെച്ച ആ പീസ് വെച്ച് നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഓരോ കെട്ടിട്ട് കൊടുക്കണം.
അതിൻ്റെ ഡ്രസ്സ് ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫ്രണ്ടിലും ബാക്കിലും ഓരോ കെട്ടും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ആ ഡ്രസ്സിൻ്റെ ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. പക്ഷേ സൈഡ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു സ്ലീവ് പോർഷൻ മാത്രമേ ഓപ്പണിംഗ് ആയിട്ടുണ്ടാവത്തുള്ളൂ. ബാക്കി എല്ലാ പോർഷനും നമുക്കവിടെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സമ്മറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത്. കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പറ്റും. ജീൻസിൻ്റെയും സ്കർട്ടിൻ്റെയും കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു നെക്കിൻ്റെ കട്ടിങ് മാത്രമേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേപോലുള്ള ഈസി സ്റ്റിച്ചിങ് മെത്തേഡിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.